ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ സെഷനിൽ പറയുന്നത് ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയും അതിന്റെ ഒരു ഫീച്ചേഴ്സുമാണ്. IITSന്റെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. IITSന് മെയിനായിട്ട് 5 ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്. അതിൽ തന്നെ ഏറ്റവും പഴയ ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഈ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യയിൽ തന്നെയുള്ള പ്രശസ്തമായ പല യൂണിവേഴ്സിറ്റീസിന്റെയും ടെക്നിക്കലും മാർക്കറ്റിംഗുമായിട്ടുള്ള പാർട്ട്നേഴ്സാണ് എന്ത് IITS പറയുന്നത്. ഒരുപാട് പ്രീമിയം യൂണിവേഴ്സിറ്റീസ് അതിൽ വരുന്നുണ്ട്, ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ള യൂണിവേഴ്സിറ്റീസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ യൂണിവേഴ്സിറ്റീസുകൾ എന്ന് പറയുന്നതൊക്കെ തന്നെ UGC ലിസ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. നമുക്കറിയാൻ പറ്റും, ഓൾമോസ്റ്റ് ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു 1200 യൂണിവേഴ്സിറ്റീസ് നമുക്ക് പ്രസന്റ്ലി അവൈലബിൾ ആണ്. അതിൽ തന്നെ പ്രീമിയം റാങ്കുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. പണ്ടത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ നമുക്ക് 3 മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് നിലവിലുള്ളത്. ഒന്ന്, നമ്മളൊക്കെ പഠിച്ചിരുന്ന ആ ഒരു റെഗുലർ മോഡ്, നമ്മളൊക്കെ കോളേജിലോ നമ്മളൊക്കെ യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിച്ചിരുന്ന ആ ഒരു മോഡും. രണ്ടാമത് വരുന്നത് ഡിസ്റ്റൻസ് മോഡാണ്. ഡിസ്റ്റൻസ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം അല്ലെങ്കിൽ ആ ഒരു കോളേജിലേക്ക് പോകണമെന്നില്ല. എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിലേക്ക് വരുന്നത്. അതിനുശേഷം റീസെന്റ് വന്നതാണ് 2020 ഓൺവേർഡ്സ് ആണ് ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു മോഡ് കൂടുതൽ എന്താവുന്നത് ശക്തമാവുന്നത്. ഈ കൊറോണ ടൈമിലാണ് ഇതിന്റെ ഒരു വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് മുഴുവനും ഓൺലൈൻ യൂണിവേഴ്സിറ്റീസ് ആണ്. ഓൺലൈൻ മോഡ് ഓഫ് സ്റ്റഡി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു യൂണിവേഴ്സിറ്റി ഓൺലൈൻ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1-2 ക്രൈറ്റീരിയാസ് എന്ത് ചെയ്യണം, അവർ ക്വാളിഫൈ ചെയ്യണം. അതിലൊന്നാണ് DEBയുടെ അപ്രൂവൽ. DEB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ എന്നുള്ളതാണ്. 2012 മുന്നേ വരെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ ആയിരുന്നു, അതിനുശേഷമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ആവുന്നത്. സോ അവരാണ് ഓൺലൈനായി ഏതൊക്കെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ആ യൂണിവേഴ്സിറ്റീസിനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ UGC ലിസ്റ്റഡ് ആയിട്ടുള്ള DEB അംഗീകരിച്ച കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മളിവിടെ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെന്റും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഇവിടെ പറയേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഈ ഓപ്പൺ സ്കൂളിംഗ് എന്നാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര്. ഈ 10th +2 നമുക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന കുട്ടികൾക്ക് ഒരു 6 മന്ത് കൊണ്ട് 10th-ന്റെയും +2-ന്റെയും സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ബോർഡുകളുണ്ട്. ഈ ബോർഡുകൾ ഒറിജിനൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോപ്സെ ലിസ്റ്റ് വഴിയാണ്. അപ്പോൾ കോപ്സെ അംഗീകരിച്ച ലിസ്റ്റുള്ള 2 ബോർഡുകൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ജാമിയ ഉറുദു അലിഗഡ് എന്നുള്ള ബോർഡും, രണ്ടാമത് ബോസെ എന്നുള്ള ബോർഡും. സോ ഈ ഒരു 2 കാറ്റഗറിയും, അതായത് ഓൺലൈനും ഓപ്പൺ സ്കൂളും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഓൺലൈൻ ക്യാമ്പസ് എന്നുള്ള ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ത് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. റീസെന്റ് ആണ് നമ്മൾ ആ ഒരു എൻറ്റിറ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സെന്റേഴ്സ്, നമ്മളിവിടെ മെയിൻലി ചെയ്യുന്നത് B2B ബിസിനസ് ആണ്. ഓക്കെ, നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സെന്റേഴ്സിന് 10th മുതൽ PG വരെയുള്ള എഡ്യൂക്കേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും. അവരുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10th +2 വേണോ അത് കൊടുക്കാം, ഇവൻ UG PG ആണോ വേണ്ടത് അത് കൊടുക്കാം. അങ്ങനെയുള്ള 10th to PG എന്നുള്ള ഒരു പാക്കേജാണ് ഈ ഒരു ഓൺലൈൻ ക്യാമ്പസിലൂടെ എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് സയൻസ് സബ്ജക്റ്റുകൾ കൂടുതലായി വരാത്ത, പ്രാക്ടിക്കൽ കൂടുതലില്ലാത്ത സബ്ജക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് UG PGയിൽ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാൻ പറ്റും, നമ്മളൊക്കെ ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മളൊക്കെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG ചെയ്ത ആൾക്കാരാണ്. അത് നമ്മൾ പഠിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള കോളേജുകളോ അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റീസോ ഉണ്ടായിരുന്നില്ല. നമ്മളിൽ എത്ര പേർക്ക് നല്ല ഒരു കോളേജിൽ ഡിഗ്രി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഒരു 50 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വന്നു. ആദ്യം ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല, അതിനുശേഷം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വന്നു, പിന്നെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ വന്നു. സോ ഈ ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കുകൾ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ അത്രത്തോളം റാപ്പിഡ്ലി എന്ത് ചെയ്യാണ്, ഗ്രോ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഗ്രോത്ത് ഇൻഡെക്സ് തന്നെ നമുക്ക് അറിയാൻ പറ്റും, വളരെ അതിശയിപ്പിക്കുന്ന ഒരു പെർസെൻറ്റേജ് ആണ്. ഈ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്, ഫീച്ചേഴ്സ് കൂടെ ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് ഒന്ന്. നമ്മുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്കിരുന്ന് പഠിക്കാൻ പറ്റും. പല ആൾക്കാരും വർക്കിംഗ് പേഴ്സൺസ് ആയിരിക്കും, ചിലർ വേറെ മറ്റു പല കാര്യങ്ങളിലും തിരക്കിലായിരിക്കും. പക്ഷെ ഇതിന് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നോ അങ്ങനെ ഒരു പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല.
ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്യും, അവർ ഓരോ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യും. അതിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. നമ്മുടെ ഒരു കൺവീനിയന്റ് ടൈമിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആയിരിക്കും. ഇപ്പോൾ AI ജനറേറ്റഡ് ആയിട്ടുള്ള, AI മോണിറ്റർ ആയിട്ടുള്ള ക്യാമറയിൽ വെച്ചിട്ടായിരിക്കും എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. കുറച്ചുകൂടെ ഈസിനെസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു പാറ്റേണിലൂടെ പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മൾ ഈ ഓൺലൈൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഡിഗ്രി അല്ലെങ്കിൽ PG അത് വാലിഡ് ആണോ? ടു ബി ഫ്രാങ്ക്, നിങ്ങൾക്ക് നിസ്സംശയം പറയാൻ പറ്റും, അതായത് ഓൺലൈനായി പഠിച്ചു കഴിഞ്ഞാലും റെഗുലറായി പഠിച്ചു കഴിഞ്ഞാലും ഈവൻ ഡിസ്റ്റൻ്റായി പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഡിഗ്രി അല്ലെങ്കിൽ PGക്ക് ഒരേ വാല്യൂ തന്നെയാണ് എന്തുള്ളത്, നിലവിലുള്ളത്. അതിന് UGCയുടെ സർക്കുലേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വരുന്ന സെന്റേഴ്സുകൾ ഒരുപക്ഷെ സ്കിൽ കോഴ്സുകളോ അല്ലെങ്കിൽ മറ്റു പല കോഴ്സുകളോ ചെയ്യുന്ന സെന്റേഴ്സ് ആയിരിക്കും. ആ സെന്റേഴ്സിന്, ആ കോഴ്സുകളുടെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് ഒരു ഡിഗ്രി കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓൺലൈൻ ക്യാമ്പസ് എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവിൽ അവർ അസോസിയേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിഗ്രി കൂടെ അല്ലെങ്കിൽ ഒരു PG കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഓൺലൈൻ ക്യാമ്പസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്.